ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര? ആൻസർ സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിച്ച ഗ്രന്ഥം ഏത്? 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, ചൈന. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ആന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ചക്രവാതമാണ്. അപ്പോൾ പ്രാദേശികവാദത്തിന് ഉദാഹരണങ്ങൾ ചിനൂക്ക്, ലൂവ്, ഹർമാറ്റൻ. ആഗ്നേയ ശിലകളുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താനാണ് ചോദിച്ചത്. ഇവയിൽ സവിശേഷത അല്ലാത്തത് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷതയല്ലാത്തത്. അപ്പോൾ ആഗ്നേയ ശിലയുടെ സവിശേഷതകൾ: ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. അപ്പോൾ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. താഴെ പറയുന്ന കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ടെറായി ആണ് കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ബി ആണ് ശരിയല്ലാത്തത്. ബാക്കി 3 ശരിയാണ്. കുറ്റ്യാടി കോഴിക്കോട്, ഷോളയാർ തൃശ്ശൂർ, കല്ലട കൊല്ലം. കുറ്റ്യാടി കോഴിക്കോട്, ഷോളയാർ തൃശ്ശൂർ, കല്ലട കൊല്ലം. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. അപ്പോൾ ഫോർട്ട് വില്യം എന്നത് വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 3ഉമാണ്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. തെറ്റായ ജോഡി, ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഡി ആണ്. ബാക്കി 3 ശരി. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. താഴെ തന്നിട്ടുള്ളവർ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? പത്മ സുബ്രഹ്മണ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതയ്ക്ക് ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നു. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 1, 2, 3. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ചുവടെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1ഉം 2ഉമാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ഇന്ത്യയെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ് 91ാം ഭരണഘടനാ ഭേദഗതി? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2, 3, 4 എന്നിവയാണ് ശരി. രാജ്യസഭ എന്നത് ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അപ്പോൾ രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കാനുള്ള
അധികാരം രാജ്യസഭയ്ക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയെ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് 3, 4-മാണ്. 4-ാം അധ്യായത്തിൽ പെടാത്തത് 3, 4-മാണ്. അപ്പം 4-ാം അധ്യായത്തിൽ പെടുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകൾ പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് C-വിജിൽ. ചേരുംപടി ചേർത്ത് പരിശോധിക്കാനാണ് ചോദിച്ചിരുന്നത്. 1ഉം 2ഉമാണ്. യൂണിയൻ ലിസ്റ്റിലെ പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റിലെ കൃഷി, മത്സ്യബന്ധനം. നിലവിലെ കേന്ദ്ര പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 2ഉം 3ഉമാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളെയാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? V. ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്ന ഇവയെ ശരിയായ ജോഡികൾ ഏവ? ഇവിടെ 3ഉം 4ഉമാണ് ശരി. പൾപ്പ് കാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് കാവിറ്റി. സിമന്റ് എന്ന് വെച്ചാൽ പല്ലിനെ മോണയെ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ചുവടെ തന്നിരിക്കുന്ന ആന്റി സ്റ്റെറിലിറ്റി ജീവകം. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ജീവകം E ആണ്. സാംക്രമിക രോഗങ്ങൾ അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി 2 മാത്രമാണ്. അത് എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത് എന്ന് വെച്ചാൽ 2. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് 1 മാത്രം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തെ യൂഫോട്ടിക് മേഖല. അപ്പോൾ യൂഫോട്ടിക് മേഖല എന്ന് വെച്ചാൽ ഉപരിതലം മുതൽ 200 മീറ്റർ ആഴത്തിൽ വരെയുള്ളതാണ് യൂഫോട്ടിക് മേഖല. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥ്യം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വമനുസരിച്ചാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽപ്പെടാത്തത് സെക്കൻഡ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പേ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. -8 സെന്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിലെ നഗരമാണ് മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലി. കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ എന്ന് പറയുന്നത് A ആണ്. D സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10.